ഹലോ സ്റ്റുഡൻസ്, LICൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഹാഫ് വേവ് പ്രിസിഷൻ റെക്ടിഫയറാണ്. നമുക്കറിയാം റെക്ടിഫയേഴ്സ് എല്ലാം നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചു കഴിഞ്ഞതാണ്. റെക്ടിഫയർ നമുക്ക് സാധാരണ ഒരു റെക്ടിഫയറിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. ശരിക്കും ഒരു ഇൻപുട്ടിലുള്ള സൈൻ വേവ്, ദെൻ ഒരു ഡയോഡ്, ഹാഫ് വേവ് റെക്ടിഫയർ. സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നില്ല, നേരിട്ട് ഫംഗ്ഷൻ ജനറേറ്ററിൽ നിന്ന് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്നതെന്നിരിക്കാം. നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഇതിനെ ക്രോസ് ആയിരിക്കും അല്ലേ, വി ഔട്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും ആഫ്റ്റർ 0.7 വോൾട്ടേജ് അല്ലേ. 0.7 വോൾട്ടേജിനേക്കാളും കൂടുന്ന സമയത്ത് ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നേരം നമുക്കറിയാം സർക്യൂട്ടിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുന്നേരം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും അല്ലേ. പക്ഷേ ഔട്ട്പുട്ടിൽ 0.7 വോൾട്ടേജ് കുറവായിരിക്കും, ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും 0.7 വോൾട്ടേജ് കുറവായിരിക്കും. അതേപോലെ തന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിൽ ഇവിടെ ഇൻപുട്ട് 0.7 വോൾട്ടേജ് വരെ എന്ത് ചെയ്യുന്നില്ല, ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല. എന്നാൽ ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടണമെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 0.7 വോൾട്ടേജ് ആയിരിക്കണം അല്ലേ. അന്നേരം ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്കറിയാം ഈ ഒരു പാർട്ട്, ചെറിയൊരു പാർട്ട് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഈ പോസിറ്റീവ് ഡിക്രീസ് ചെയ്ത നേരം ഇവിടെയും കുറച്ചൊരു പാർട്ടിൽ എന്തുണ്ടാവില്ല, വേവ് ഫോം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടില്ല. ദെൻ അതേ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഒന്നും കിട്ടുന്നില്ല അല്ലേ. അന്നേരം ഇവിടെ നമുക്ക് കുറച്ചൊരു സിഗ്നൽ ലോസ് ഉണ്ടാവുന്നുണ്ട് ഈ രണ്ട് പാർട്ടിലും. ഓക്കെ, അതേസമയം ഐഡിയൽ റെക്ടിഫയർ എന്ന് പറയുന്ന നേരം നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്, എന്താണോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടണം, അതേപോലെ തന്നെ കിട്ടണം. ഇവിടെ ലോസസ് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ ഇത്രയും പാർട്ട് നമുക്ക് സിഗ്നൽ ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അന്നേരം ഐഡിയൽ റെക്ടിഫയർ എന്താണോ അതുപോലെ തന്നെയാണ് പ്രിസിഷൻ റെക്ടിഫയേഴ്സും വർക്ക് ചെയ്യുന്നത്. ഈ പ്രിസിഷൻ റെക്ടിഫയേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പാമ്പ് സർക്യൂട്ട്, ഓപ്പാമ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിസിഷൻ റെക്ടിഫയർ അല്ലെങ്കിൽ ഐഡിയൽ റെക്ടിഫയർ പോലെ വർക്ക് ചെയ്യുന്ന സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അന്നേരം ഇത് മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയർ ആകുന്ന സമയത്ത്, ഇപ്പോൾ ഹാഫ് വേവ് ആയാലും ഫുൾ വേവ് ആയാലും എല്ലാം ഇത് ഈ ഒരു പ്രശ്നം അതിൽ കാണും. അന്നേരം നമുക്കറിയാം ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത് ആഫ്റ്റർ വെൻ ഇൻപുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ 0.7 വോൾട്ടേജ് ആയാൽ മാത്രമേ ഡയോഡ് കണ്ടക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് സർക്യൂട്ടിൽ കൂടി കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ആ ടൈമിൽ നമുക്ക് ഇൻപുട്ട് സിഗ്നൽ ഔട്ട്പുട്ട് സിഗ്നലായിട്ട് കിട്ടുകയില്ല അല്ലേ. അന്നേരം 0.7 വോൾട്ടേജിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്യുന്ന സമയത്തും 0.7 വോൾട്ടേജിന് ശേഷം നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. അന്നേരം അത്രയും പാർട്ട് നമുക്ക് ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇതൊക്കെ എഫക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സ്മോൾ സിഗ്നൽ ആകുന്നേരം ചെറിയൊരു സിഗ്നൽ മാത്രമേ ഉള്ളൂ എന്നിരിക്കുക. ഇപ്പോൾ 5 വോൾട്ട് 10 വോൾട്ട് മാക്സിമം വോൾട്ടേജ് ഉള്ള സിഗ്നലൊക്കെ ആണെങ്കിൽ ഈ 0.7 വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് വലിയൊരു എഫക്റ്റ് ചെയ്യൊന്നുമില്ല. പക്ഷേ ചില കേസിൽ വളരെ കുറഞ്ഞ സിഗ്നൽ നമ്മൾ റെക്ടിഫൈ ചെയ്യേണ്ട അവസരമെല്ലാം ഉണ്ടാവും. ആ സമയത്ത് ഈ 0.7 വോൾട്ടേജും ഡ്രോപ്പ് ചെയ്ത് പോവുക എന്ന് പറയുന്നേരം വലിയൊരു ലോസായിരിക്കും നമുക്ക് ഉണ്ടാവുക. സിഗ്നലിൻ്റെ ലോസ് നല്ലോണം ഉണ്ടാവും. അന്നേരം അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിസിഷൻ റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, പ്രിസിഷൻ റെക്ടിഫയർ എന്ന് പറയുന്നേരം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇതുപോലെയായിരിക്കും. അതിൽ ഇവിടെയുള്ള ഈ ലോസസ്, ഇവിടെ വരുന്ന ഈ രണ്ട് ലോസസ് നമുക്ക് ഉണ്ടാവില്ല. ഫുൾ വോൾട്ടേജും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അന്നേരം എങ്ങനെയാണ് പ്രിസിഷൻ റെക്ടിഫയർ ഉണ്ടാക്കുന്നതെന്നോ അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അന്നേരം സാധാരണ ഡയോഡ് യൂസ് ചെയ്തിട്ടുള്ള ഹാഫ് വേവ് റെക്ടിഫയർ പോലെയല്ല, ഒരു ഐഡിയൽ റെക്ടിഫയർ പോലെയാണ് പ്രിസിഷൻ റെക്ടിഫയേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. ദ ഓർഡിനറി ഡയോഡ്സ് കനോട്ട് റെക്ടിഫൈ വോൾട്ടേജ് ബിലോ ദ കട്ട് ഇൻ വോൾട്ടേജ് ഓഫ് ദ ഡയോഡ് അല്ലേ. അന്നേരം കട്ട് ഇൻ വോൾട്ടേജ് ഓഫ് ഡയോഡിനേക്കാളും ബിലോ ആണെങ്കിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല.
അതുകൊണ്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് കിട്ടുകയില്ല, ഔട്ട്പുട്ടിൽ കിട്ടുകയും ചെയ്യുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു പ്രിസിഷൻ റെക്ടിഫയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറും അതിൻ്റെ കൂടെ തന്നെ ഡയോഡും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിസിഷൻ റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഈ ഡയോഡ് ഫീഡ്ബാക്ക് സർക്യൂട്ടിലാണ് നമ്മൾ സാധാരണ പ്ലേസ് ചെയ്യുക. ഫീഡ്ബാക്ക് സർക്യൂട്ടിലാണ് പ്ലേസ് ചെയ്യുന്നത്. നേരം സാധാരണ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്ന നേരം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹാഫ് വേവ് പ്രിസിഷൻ റെക്ടിഫയർ ആണ്. ഒരു ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്ന നേരം നമുക്ക് ഔട്ട്പുട്ടിൽ ഒന്നുകിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും, അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. ദെൻ ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ ഔട്ട്പുട്ടിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, അനദർ ഹാഫ് സൈക്കിൾ എന്താണ് കട്ടായി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇതിനെയാണ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം ശരിക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം, 0 ഔട്ട്പുട്ടായിരിക്കണം. ഈ ഏത് ഹാഫ് സൈക്കിളാണോ കിട്ടാത്തത് അപ്പോൾ 0 ഇതായിരിക്കണം. അപ്പോൾ ഡയോഡ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ ഡയോഡ് വരുന്ന വിധത്തിലും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം ഹാഫ് വേവ് റെക്ടിഫയേഴ്സ്. ആ സമയത്ത് ഡയോഡ് വെക്കുന്ന സമയത്ത് ഡയോഡ് നെക്രോസുള്ള വോൾട്ടേജ് 0.7 വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ വരും അല്ലേ, ഡയോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത്. അതേസമയം പ്രിസിഷൻ റെക്ടിഫയർ ആണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ആ 0.7 വോൾട്ടേജ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് പ്രിസിഷൻ റെക്ടിഫയറിൻ്റെ സർക്യൂട്ട്. കറക്റ്റായിട്ട് നോക്കുക. ഫീഡ്ബാക്ക് പാത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയോഡ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സാധാരണ ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് തന്നെയാണ്. R1 ഉണ്ട്, RF ഉണ്ട്. അത് കൂടാണ്ട് നമ്മൾ 2 ഡയോഡ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ, 2 ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഡയോഡ് D1, ദെൻ ഡയോഡ് D2, 2 ഡയോഡുണ്ട് അല്ലേ. ഒന്ന് ഡയോഡ് D1 ആൻഡ് ഡയോഡ് D2. ശ്രദ്ധിക്കുക, ഡയോഡ് D1 കണക്ട് ചെയ്തിരിക്കുന്നത് ആനോഡ് നെഗറ്റീവ് ടെർമിനലിലും കാഥോഡ് ഔട്ട്പുട്ടിലുമായിട്ടാണ്. ദെൻ ഡയോഡ് D2ൻ്റെ ആനോഡ് കണക്ട് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടിലും കാഥോഡ് വന്നിരിക്കുന്നത് ഔട്ട്പുട്ട് നമ്മൾ എവിടെയാണോ ഔട്ട്പുട്ട് എടുക്കുന്നത് അതിലാണ് അതിൻ്റെ നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ ഡയോഡിൻ്റെ കാഥോഡിൽ നിന്ന് ഒരു RF ഫീഡ്ബാക്ക് റെസിസ്റ്റർ നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട്. നേരെ ഈ RFഉം ഈ R1ഉം ഇൻവേർട്ടിംഗ് ടെർമിനലിൻ്റെ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പോണൻസ് ആണ്. നമുക്കറിയാം ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് Vout ഡിവൈഡ് ബൈ Vin ഈക്വൽ ടു -RF ഡിവൈഡഡ് ബൈ R1 എന്നാണ്. നേരെ എപ്പോഴാണോ ഇൻപുട്ട് വോൾട്ടേജ് അതേപോലെ തന്നെ ഔട്ട്പുട്ടിൽ ആംപ്ലിഫൈ ചെയ്ത് വരുന്നത്, ആ സമയത്ത് സിഗ്നലിന് ഒരു എന്തും കൂടി കിട്ടും, ആംപ്ലിഫിക്കേഷനും കൂടി കിട്ടും. RF ഡിവൈഡ് ബൈ R1 എന്ന് പറഞ്ഞിട്ടുള്ള ആംപ്ലിഫിക്കേഷനും കിട്ടും. ഇനിയിപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ടിൽ കിട്ടുന്നില്ലെങ്കിൽ 0 വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. നേരം സാധാരണ റെക്ടിഫയർ പോലെയല്ല. റെക്ടിഫയറിൽ നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുത്തത്, ഇപ്പോൾ 7 വോൾട്ടേജ് ആണ് മാക്സിമം വോൾട്ടേജ് എങ്കിൽ ഔട്ട്പുട്ടിലും 7 വോൾട്ടേജ് തന്നെയാണ് കിട്ടുള്ളൂ, അതിൽ മാക്സിമം കിട്ടില്ല. അതേസമയം പ്രിസിഷൻ റെക്ടിഫയർ യൂസിങ് ഓപ്പാമ്പ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ ആണെങ്കിൽ ആ പെർട്ടിക്കുലർ ഗെയിനും കൂടി നമുക്ക് സിഗ്നലിന് ഔട്ട്പുട്ടിൽ കിട്ടും. റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ യൂണി ഡയറക്ഷണൽ വോൾട്ടേജ് ആക്കി മാറ്റുക. AC-നെ യൂണി ഡയറക്ഷണൽ വോൾട്ടേജ്, AC എന്ന് പറയുന്നേരം ബൈ ഡയറക്ഷനിലും ഉണ്ടാവും, പോസിറ്റീവ് ഹാഫ് സൈക്കിളുണ്ടാവും, നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ടാവും. അന്നേരം ആഫ്റ്റർ റെക്ടിഫിക്കേഷൻ നമുക്ക് യൂണി ഡയറക്ഷണൽ വോൾട്ടേജ് മാത്രമേ കിട്ടുള്ളൂ. ഒന്നുകിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, നേരെ ഇതിലെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം നമുക്ക്. നേരെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം മനസ്സിലാക്കി വെക്കുക. എപ്പോഴാണോ ഔട്ട്പുട്ട് വരുന്നത് ആ സമയത്ത് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എത്രയാണോ എന്ന് പറഞ്ഞാൽ -RF ഡിവൈഡ് ബൈ R1 എന്ന് പറഞ്ഞ ഗെയിനും കൂടി ഇൻപുട്ട് സിഗ്നലിന് ഔട്ട്പുട്ടിൽ കിട്ടും. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കാം നമുക്ക്. ഇതിൽ
The circuit diagram of an half-wave rectifier, precision half-wave rectifier shown above looks like an inverting amplifier with two diodes, diode D1 and D2 in addition. ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ കൂടെ ഒരു D1 ആൻഡ് D2 എന്ന് പറഞ്ഞാൽ രണ്ട് ഡയോഡും കൂടി ചേർന്നാൽ നമുക്ക് പ്രിസിഷൻ ഹാഫ് വേവ് റെക്ടിഫയർ ഉണ്ടാക്കാൻ പറ്റും. ദെൻ അടുത്തത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്കറിയാം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻപുട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഡയോഡിൻ്റെ ഇവിടെ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ബട്ട് നമുക്കറിയാം ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട്, പോസിറ്റീവിൽ ഗ്രൗണ്ട് ആയതുകൊണ്ട് ഇവിടെ ഗ്രൗണ്ട് ആയിരിക്കും, 0 വോൾട്ട് ആയിരിക്കും. ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് -0.7 വോൾട്ടേജ് ആയിരിക്കും. ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡയോഡിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ -0.7 വോൾട്ടേജ് ആയിരിക്കും വരിക അല്ലേ. ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് -0.7 വോൾട്ടേജാണ് വരിക. എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് -0.7 വോൾട്ടേജ് ആയിരിക്കും ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത്. ഡയോഡ് എപ്പോഴാണ് കണ്ടക്ട് ചെയ്യുക? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡിൻ്റെ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആയിരിക്കും വരിക. ആ ടൈമിൽ ഡയോഡ് D1 ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. ഡയോഡ് D1 ഈസ് ഇൻ ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷൻ. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ടു കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് ഡയോഡിൻ്റെ ഇവിടെ നമ്മൾ 0 വോൾട്ടാണുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് പോസിറ്റീവിൽ 0 വോൾട്ട് ആയതുകൊണ്ട് നെഗറ്റീവിലും 0 വോൾട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഇവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് -0.7 വോൾട്ടേജ് ആയിരിക്കും. -0.7 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ്, ഔട്ട്പുട്ടിലല്ല ഇതിൻ്റെ ഓപ്പാമ്പിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ്. ഇവിടെ ഓപ്പാമ്പിൻ്റെ ഔട്ട്പുട്ടാണ്, ഒറിജിനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. രണ്ടും വ്യത്യാസമുണ്ട്, കറക്റ്റായിട്ട് നോക്കണം. അന്നേരം ഓപ്പാമ്പിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 വോൾട്ടേജ് ആയിരിക്കും നമുക്ക് കിട്ടാം. നേരെ 0.7 വോൾട്ടേജ് ഔട്ട്പുട്ടിലുണ്ടാവും. ഈ 0.7 വോൾട്ടേജ് ആയതുകൊണ്ട്, ഇവിടെ 0.7 വോൾട്ടേജ് ആയതുകൊണ്ട് ഡയോഡ് D2 കണ്ടക്ട് ചെയ്യൂല. കാരണം ഡയോഡ് D2ൻ്റെ ആനോഡിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് -0.7 വോൾട്ടേജാണ്. നേരെ -0.7 വോൾട്ടേജ് ആയതുകൊണ്ട് ഡയോഡ് D2 എന്ത് ചെയ്യുന്നില്ല? കണ്ടക്ട് ചെയ്യുന്നില്ല. നേരെ ഡയോഡ് D2 കണ്ടക്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഡയോഡ് D2 ഈസ് ഇൻ റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷൻ. നേരെ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് D1 ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ഡയോഡ് D1 ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ഡയോഡ് D2 റിവേഴ്സ് ബയാസ്ഡ് ആണ്. എങ്ങനെയാണ് വരുന്നതെന്ന് ഒന്നും കൂടി നോക്കാം. എങ്ങനെയാണ് D1 ഫോർവേഡ് ബയാസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ D2 എന്തുകൊണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല. നമ്മൾ പെട്ടെന്ന് കാണുന്ന എന്തായിരിക്കും? ഡയോഡ് D1ഉം D2ഉം കണ്ടക്റ്റിംഗ് ആയിരിക്കുന്നതായിരിക്കും. പക്ഷേ ഡയോഡ് D1ഉം D2ഉം കണ്ടക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഡയോഡ് D1 എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത്, ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഡയോഡിൻ്റെ D1ൻ്റെ ആനോഡ് പോസിറ്റീവ് പൊട്ടൻഷ്യലായിരിക്കും, കാഥോഡ് നെഗറ്റീവ് പൊട്ടൻഷ്യലായിരിക്കും. സോ ഇറ്റ് വിൽ സ്റ്റാർട്ട്സ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നേരെ ഇവിടെ 0 വോൾട്ടാണ്. പോസിറ്റീവ് ടെർമിനലിൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തതുകൊണ്ട് 0 വോൾട്ടാണ്. അതുകൊണ്ട് നെഗറ്റീവ് ടെർമിനലിലും 0 വോൾട്ടായിരിക്കും. അന്നേരം ആ ടൈമിൽ ഇവിടെ 0 വോൾട്ട് ആവുന്നേരം ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് കാഥോഡിൽ എത്ര വോൾട്ടേജ് ഉണ്ടായിരിക്കണം? -0.7 വോൾട്ടേജ് ഉണ്ടായിരിക്കണം. 0-നേക്കാളും വളരെ താഴ്ന്ന ലെവലിലായിരിക്കണം അല്ലേ, വളരെ താഴ്ന്നല്ല, 0.7 വോൾട്ടേജ് താഴ്ന്ന ലെവലിലായിരിക്കും കാഥോഡ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമുക്ക് ഓപ്പാമ്പിൻ്റെ ഔട്ട്പുട്ടിൽ -0.7 വോൾട്ടേജ് കിട്ടുന്നു. -0.7 വോൾട്ടേജ് ആയതുകൊണ്ട് ഡയോഡിൻ്റെ ഈ D2ൻ്റെ ആനോഡിൽ നെഗറ്റീവ് വോൾട്ടേജ് ആണുള്ളത്. സോ ഇറ്റ് വിൽ ആക്ട് ആസ് എ റിവേഴ്സ് ബയസ്ഡ് കണ്ടീഷനായിട്ട് ആക്ട് ചെയ്യും. അത് ഓപ്പൺ ആയിപ്പോവും. ഓപ്പൺ ആകുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഉണ്ടാവുമോ? ഇല്ല, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇല്ല അല്ലേ. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 0 വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജിൽ കിട്ടുക. 0 വോൾട്ടേജ് ആയിരിക്കും
ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 വോൾട്ട് ആയിരിക്കും. 0 വോൾട്ട് അല്ലേ? ആ ടൈമിൽ 0 വോൾട്ട് ആയിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 വോൾട്ട്. പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുന്ന സമയത്ത് നോക്കാം. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം നെഗറ്റീവാണ്. ഡയോഡ് D1 റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും അല്ലേ? ഡയോഡ് D1 റിവേഴ്സ് ബയസ്ഡ് ആയതുകൊണ്ട് ഇത് ഓപ്പൺ ആയിപ്പോയി. ആ സമയത്ത് D2 റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. കാരണം ഇവിടെ വോൾട്ടേജ് ഒന്നും വരുന്നില്ല. ഓപ്പൺ ആയതുകൊണ്ട് ഈ സർക്യൂട്ടിൽ വോൾട്ടേജ് ഒന്നും വരുന്നില്ല. അന്നേരം D2 എന്ന് പറയുന്നത് ഇതായിട്ടാണ് വരിക, ഓപ്പൺ ആയിരിക്കും. അതേ സമയത്ത് നമുക്ക് ഔട്ട്പുട്ടിൽ ഇവിടുന്ന് V1 ഈ വോൾട്ടേജ് ഇതുവഴി RF വഴി നമുക്ക് ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കിട്ടും. RF വഴി വോൾട്ടേജ് കിട്ടുന്ന സമയത്ത് ഔട്ട്പുട്ടിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അത് നെഗറ്റീവ് ടെർമിനലിൽ വരുന്നുണ്ട്. അത് പോസിറ്റീവ് ഹാഫ് സൈക്കിളായിട്ട് ഔട്ട്പുട്ടിൽ വരും. ഓക്കെ, ഇതുപോലെയായിരിക്കും ഔട്ട്പുട്ടിൽ വരിക. ഓക്കെ, ഒന്നും കൂടി നോക്കാം. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് ഓഫ് ദ ഓപ്പ് ആംപ് വിൽ ബി നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്കറിയാം, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നെഗറ്റീവ് ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് നമ്മൾ സിഗ്നൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഡയോഡ് കണ്ടക്ട് ചെയ്യും, D1 കണ്ടക്ട് ചെയ്യും. ഓപ്പ് ആമ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അന്നേരം ഡയോഡ് D1 ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഡയോഡ് D1 ഫോർവേഡ് ബയസ്ഡ് ആയതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ഓപ്പ് ആമ്പ് റിമെയിൻ അറ്റ് -0.7 വോൾട്ടേജ്. സോ ഡയോഡ് D2 ഒരിക്കലും ഫോർവേഡ് ബയസ് ആവുന്നില്ല. ഡയോഡ് റിവേഴ്സ് ബയസിലായിരിക്കും, D2 റിവേഴ്സ് ബയസിലായിരിക്കും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? 0 വോൾട്ടിൽ തന്നെ നിൽക്കും. 0 വോൾട്ടിലായിരിക്കും ഉണ്ടാവുക. ഇനി അതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 വോൾട്ടിലായിരിക്കും ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലേ? ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 വോൾട്ടേജ് ആയിരിക്കും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയതുകൊണ്ട് ഓപ്പ് ആമ്പിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കും. അന്നേരം ഔട്ട്പുട്ട് വോൾട്ടേജ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡയോഡ് D1 ഒരിക്കലും കണ്ടക്ട് ചെയ്യില്ല. ഡയോഡ് D1 കണ്ടക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവിടെ വോൾട്ടേജ് ഒന്നും വരുന്നില്ല. ഡയോഡ് D2 എന്തായിരിക്കും? റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അത് രണ്ടും ഓപ്പൺ ആയിപ്പോവും അല്ലേ? ഡയോഡ് D1 ഓപ്പൺ ആയിപ്പോവും, D2 റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. സോ D1 എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അതേസമയം D2ൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നതുകൊണ്ട് D2 എന്തായിട്ട് ആക്ട് ചെയ്യും? D2 ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. ഒറ്റ മിനിറ്റ്, ഒന്നും കൂടി നോക്കാം. ഇവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആകുന്ന സമയത്ത് ഇവിടെ ഡയോഡ് D1 റിവേഴ്സ് ബയസ്ഡ് ആവും. അതേസമയം ഇവിടെ വരുന്ന വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കും വരിക. ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് വരുന്ന സമയത്ത് ഡയോഡ് D1 എന്തായിരിക്കും? കണ്ടക്ട് ചെയ്യില്ല. അതേസമയം ഡയോഡ് D2ന് പോസിറ്റീവ് വോൾട്ടേജ് കിട്ടുന്നതുകൊണ്ട് ഡയോഡ് D2 എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. അന്നേരം ഡയോഡ് D2 ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. D1 സർക്യൂട്ടിൽ ഉണ്ടാവില്ല. അങ്ങനെ അന്നേരം ഇത് സാധാരണ ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ പോലെ വർക്ക് ചെയ്യും. ഓക്കെ, അന്നേരം ഡയോഡ് D1 റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് D2 ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. നേരെ തിരിച്ചു വരും. D1 റിവേഴ്സ് ബയസ്ഡ് ആൻഡ് D2 ഫോർവേഡ് ബയസ്ഡ്. അന്നേരം ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 ഫോർവേഡ് ബയസ്ഡ് ആൻഡ് D2 റിവേഴ്സ് ബയസ്ഡ്. ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ D1 റിവേഴ്സ് ബയസ്ഡ് ആൻഡ് D2 ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. അന്നേരം D2 ഫോർവേഡ് ബയസ് ആയതുകൊണ്ട് ഇവിടെ ഷോർട്ടായിരിക്കും, ഇത് സർക്യൂട്ടിൽ ഉണ്ടാവില്ല. അന്നേരം സർക്യൂട്ട് സാധാരണ ഒരു
ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ പോലെ വർക്ക് ചെയ്യും. നേരെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻപുട്ടിൽ വരുന്നേരം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇൻപുട്ടിൽ വരുന്നേരം നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിളായിരിക്കും. ഓക്കെ, നേരെ അതാണ് 2 ഹാഫ് സൈക്കിളിൽ നമുക്ക് നോക്കാനുള്ളത്. നേരെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ 0.7 വോൾട്ടേജ് എന്ന് പറഞ്ഞത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ഈ 0.7 വോൾട്ടേജ് ഡ്രോപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ D2 എന്ന് പറഞ്ഞ ഡയോഡ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നേരം 0.7 വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ചെയ്ത് പോകുന്ന നേരം നമ്മൾ D2 യൂസ് ചെയ്തിട്ട് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനാക്കി ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആയിപ്പോയി അല്ലേ. നേരെ ഔട്ട്പുട്ട് വോൾട്ടേജ് നേരെ നമ്മൾ ഒപ്പാമ്പിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ -0.7 വോൾട്ടേജ് ആയിരുന്നു വരിക. നേരെ D2 എന്ന് പറഞ്ഞ ഡയോഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ എപ്പോഴും 0 വോൾട്ട് ആയിരിക്കും കിട്ടുക. എപ്പോഴാണോ D1 കണ്ടക്ട് ചെയ്യുന്നത് നേരെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 വോൾട്ടേജ്. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് D1 റിവേഴ്സ് ബയാസ്ഡ് ആണ്, എന്നാലും നമുക്ക് സാധാരണ ഒരു ഒപ്പാമ്പ് സർക്യൂട്ട് പോലെ വർക്ക് ചെയ്യാൻ D2 സഹായിക്കും. D2 ഷോർട്ട് ആവും. നേരം ഇത് ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ പോലെ വർക്ക് ചെയ്യും. നേരം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നേരം പോസിറ്റീവ് ഹാഫ് സൈക്കിളായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക. ഒരു ഇൻവേർട്ടിംഗ് നടക്കും, അതുപോലെ ആ ഇൻവേർട്ടിങ്ങിന് ഒരു ഗെയിനും ഉണ്ടാവും, ഗെയിനും കിട്ടും. ഗെയിൻ എന്ന് പറയുന്നത് സാധാരണ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് -RF/R1 × V1 എന്ന് പറഞ്ഞാൽ ഗെയിനും കൂടി ഉണ്ടാവും. ആ ടൈമിൽ നമുക്ക് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്ന സമയത്ത് അതിനൊരു പെർട്ടിക്കുലർ ഗെയിനും കൂടി ഉണ്ടാവും. ഇൻപുട്ടിലെ വോൾട്ടേജ് മാത്രമായിരിക്കില്ല, ഇൻറ്റു -RF/R1 എന്ന് പറഞ്ഞാൽ ഗെയിനും കൂടി അതിന് കിട്ടും. Therefore, the output of the half wave rectifier will be positive half cycle for a negative half cycle of the input sinusoidal input signal. So, we get an output voltage 0 volt during positive half cycle and a particular V out of value V input into -RF/R1 during negative half cycle. During negative half cycle we will get an V out corresponding to VI and -RF and R1. ഓക്കെ, ഇത് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഹാഫ് വേവ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. നേരെ 2 ഹാഫ് സൈക്കിളിലും എങ്ങനെയാണ് ഡയോഡ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കേണ്ടത്. ഡയോഡ് ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് വർക്ക് ചെയ്യുന്നത് D1 വർക്ക് ചെയ്യും, D2 റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ D1 റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും, കാരണം ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് അല്ലേ വരിക. ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് വോൾട്ടേജ് ആണ്. നെഗറ്റീവ് വോൾട്ടേജ് ആവുന്ന സമയത്ത് D1 റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. അതേസമയം ഓപ്പാമ്പിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളായിരിക്കും വരിക. അതുകൊണ്ട് D2 എന്ത് ചെയ്യും, ഫോർവേഡ് ബയസ്ഡ് ആവും. ഫോർവേഡ് ബയസ്ഡ് ആവുന്നേരം ഇതൊരു ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും. നേരം നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ സിഗ്നൽ കിട്ടും, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ സിഗ്നൽ കിട്ടില്ല. അതുകൊണ്ട് ഇതിനെ പറയുന്ന പേരെന്താണ്, ഹാഫ് വേവ് പ്രിസിഷൻ റെക്ടിഫയർ. ഓക്കെ, താങ്ക് യു.